ഇന്ന് പകൽ നിങ്ങളോടൊത്ത് ദൈവസന്നിധിയിലായിരിക്കാൻ എളിയവനും സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായിട്ട് നന്ദി പറയുകയാണ്. അല്പസമയത്തെ വചനചിന്തയ്ക്ക് നമുക്ക് സുപരിചിതമായ ഒരു തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ നിന്നുകൊണ്ട് ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ ഇത് വളരെ പ്രാധാന്യതയുള്ള ഒരു തിരുവചന ഭാഗമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തിൽ യാത്ര ചെയ്ത വ്യക്തി ജീവിതങ്ങളുടെ ഒരു പട്ടിക നിരത്തി അതിനിടയിൽ ഒരു വചനം കൊണ്ടുവന്ന് തമ്പുരാൻ കയറ്റി വെച്ചിരിക്കുകയാണ്. അത് 6-ാം വാക്യത്തിലാണ് ആ തിരുവചന ഭാഗം കിടക്കുന്നത്. നമ്മൾ ഒരു പുതിയ വർഷത്തിന്റെ പ്രാരംഭ ദിനങ്ങളിൽ ആയിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ്. എന്നാൽ വിശ്വാസം എന്ന വസ്തുത വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും ഉണ്ടെന്ന്, ആരും ഇല്ലെന്നൊന്നും പറയില്ല. പക്ഷെ ഒരു സാഹചര്യം മുൻപിൽ വരുമ്പോൾ വിശ്വാസത്തിന്റെ കണിക പോലും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രവർത്തികളിൽ കാണുവാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്താണ് അതിന്റെ കാരണം? യഥാർത്ഥമായി വചനത്തിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പരമപ്രധാനമായ കാര്യം. സ്തോത്രം. കേൾക്കും, പക്ഷേ ആ കേൾക്കുന്നത് ഹൃദയത്തിനകത്തേക്ക് കയറുന്നില്ല. എന്നാൽ കേൾക്കുന്ന ദൈവവചനം അത് വിശ്വാസമായി പരിണമിക്കുവാൻ തുടങ്ങിയാൽ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. അത് പ്രവൃത്തിയിൽ വ്യാപരിക്കുന്നത് കാണുവാൻ കഴിയും. മാത്രമല്ല, പ്രതികൂലത്തിന്റെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ, പ്രയാസങ്ങളുടെ മുന്നിൽ പതറാതെ നിൽക്കുവാൻ കഴിയത്തക്ക നിലവാരത്തിലുള്ള ഒരു ദൈവശക്തി ആമേൻ ആ നിലയിൽ നമ്മിൽ വെളിപ്പെടുവാൻ തുടങ്ങും. സ്തോത്രം. തിരുവചനത്തിൽ തന്നെ നമുക്ക് ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതിന്റെ 27-ാം അധ്യായത്തിൽ അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയി. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും എന്ന് ഇന്ന് പകൽ ഒന്ന് ചിന്തിക്കണം. സ്തോത്രം. വളരെ നാളായി, ഏകദേശം 10-14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. ശത്രുവായവൻ പല നിലകളിൽ നമ്മെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ പലതും ജീവിതത്തിന് നേരെ കയറി വരുമ്പോൾ ആ സമയത്ത് നീ പ്രാപിച്ച വിശ്വാസം, നീ ആശ്രയിച്ച ദൈവം, നീ ആരുടെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നുള്ള ആ ചിന്ത ആ സമയത്താണ് യഥാർത്ഥമായി പ്രതിഫലിക്കേണ്ടത്. ഇപ്രകാരം ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുമ്പോൾ അവനോട് ദൈവം പറഞ്ഞതായ വാക്കിനെ മുറുകെ പിടിക്കുന്ന ഒരു പൗലോസിനെ കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നല്ലവണ്ണം ആ കപ്പൽക്കാരോട് കാര്യങ്ങൾ പറഞ്ഞതാ. പക്ഷേ അതനുസരിക്കുവാൻ അവർക്ക് ആർക്കും
മനസ്സിലായിരുന്നു. അതിന് 9-ാം വാക്യം വായിച്ചേ. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം ആ നോമ്പ് കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകുകൊണ്ട് പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. അപ്പോ യഥാർത്ഥത്തിൽ ഭക്തനായ പൗലോസ് വരുന്നതായ കഷ്ടങ്ങളെ കുറിച്ച് വ്യക്തമായി അവർക്ക് അറിവ് കൊടുത്തു. സ്തോത്രം. പലപ്പോഴും ദൈവാത്മാവിൽ ദൈവവൃത്യന്മാർ നമ്മോട് പറയുന്നത് നമ്മൾ കേൾക്കാറില്ലല്ലോ. കേൾക്കുകയാണെങ്കിൽ പലരുടെയും ജീവിതത്തിൽ പലതും സംഭവിക്കില്ലായിരുന്നു, അനുസരിക്കില്ല. അനുസരണത്തോട് അത് നല്ലൊരു ശതമാനമുണ്ട്. കേൾക്കുമ്പോൾ ഗ്ലോറി വിക്ടറിയൊക്കെ പറയും, 100 എന്ത് ചെയ്യും, ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സ്വന്തം വഴിക്ക് പോവുകയും ചെയ്യും. പോയി കഴിഞ്ഞാൽ തലമുത്തി വീഴുന്ന സമയത്ത് അവിടെ കടന്നുകൊണ്ട് എന്ത് ചെയ്യും, അയ്യം വിളിക്കും. എന്നിട്ട് പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും നാൾ ഉപവസിച്ചിട്ട്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇത് സംഭവിച്ചു? കുറ്റക്കാരൻ ആരായി? ദൈവമായി. സ്തോത്രം. വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞതാണ്, ഇന്ന വഴിയിലൂടെ പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്തില്ല എങ്കിൽ ജീവിതത്തിൽ കഷ്ടം സംഭവിക്കും, പ്രയാസങ്ങൾ ഉണ്ടാകും. അത് പറഞ്ഞപ്പോൾ അത് കേട്ടു, പക്ഷെ അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. സ്തോത്രം. ആരുമുണ്ടില്ല. സ്തോത്രം. ആമേൻ. കാര്യം വ്യക്തമായി ദൈവം തന്റെ ഭക്തന് വെളിപ്പെടുത്തിയപ്പോൾ അത് മനസ്സിൽ വെച്ചിരുന്നില്ല, വ്യക്തമായി എന്ത് ചെയ്തു? ആമേൻ. പ്രതികൂലത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മുഷ്ക് കാണിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. ആമേൻ. അവിടെയാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതുപോലെ താഴേണ്ടതുപോലെ താഴേണ്ടത്. താഴേണ്ടതുപോലെ താണാൽ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കാം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. മനുഷ്യവർഗത്തിന്റെ പാപമാണ് യഥാർത്ഥത്തിൽ ഈ ശാരീരികമായി എല്ലാ ഈ പ്രയാസങ്ങളുടെയും കാരണം. അപ്പോൾ ആ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ പ്രയാസം ഉണ്ടാകില്ല എന്ന് വചനം പറയുന്നില്ല, പക്ഷേ നീക്കുപോക്ക് നൽകുവാൻ ദൈവം മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ വായിച്ചു വിടും, പക്ഷെ വേണ്ടതുപോലെ എഴുതിയില്ല, ചിന്തിക്കില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വ്യക്തമായ ഒരു ബോധ്യം ഹൃദയത്തിനകത്തുണ്ടാകണം. കൊരിന്ത്യ ലേഖനത്തിൽ പരിശുദ്ധ ആത്മാവ് ഇപ്രകാരം ഒരു പദം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വചനം ഒന്ന് ചേർത്ത് വായിച്ചു. അപ്പൊ ഇതാർക്ക്? ഇലക്കാർക്കല്ല, ദൈവത്തെ അറിഞ്ഞവർക്ക്, ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർക്ക്. എന്ത് ചെയ്തിട്ടില്ല? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല, ദൈവം വിശ്വസ്തൻ. അടുത്തത്. അപ്പോ നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം എനിക്കും നിനക്കും വേണ്ടി ഉണ്ടെന്ന് ദൈവാത്മാവിലൊരു ബോധ്യം നിനക്കുണ്ടാകണം. കുഞ്ഞെ, നീ യാത്ര ചെയ്യുന്നത് നിനക്ക് തോന്നിയ വഴിയിലൂടെയല്ല നീ സഞ്ചരിക്കരുത്. പിന്നെ നീ പോകുന്ന വഴിയിലൂടെ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ശത്രുവായവൻ ഒരു കെണി ഒരുക്കിയാൽ, ശത്രുവായവൻ ഹല്ലേലൂയ നിനക്കെതിരെ ഒരു പദ്ധതി ഒരുക്കിയാൽ അതിനകത്ത് അകപ്പെട്ടു പോകാതെ, അതിനകത്ത് നീ പെട്ടു പരഞ്ഞു പോകാതെ നിന്നെ സഹായിക്കുന്ന, നിനക്ക്
വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്, അവൻ വിശ്വസ്തനാണെന്ന്, അവൻ മറന്നു പോകാത്തവനാണെന്ന്, അവൻ കൈവിടാത്തവനാണെന്ന്, അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വ്യക്തമായി ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമേ, ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ടോ എന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടോ എന്ന് ഒരു ബോധ്യം നിനക്കൊണ്ടാകട്ടെ. അപ്പോസ്തലനെ വിളിച്ചു പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിപ്പേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഇനി അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് മടങ്ങി വാ. അവിടെ വ്യക്തമായി ദൈവാത്മാവ് ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. പക്ഷെ അനുസരിക്കുവാൻ തയ്യാറല്ലാതെ അവർ മുൻപോട്ട് യാത്ര ചെയ്തു. ആശ നഷ്ടപ്പെട്ടു പോയ സമയത്ത് സ്തോത്രം, അവന്റെ അടുക്കൽ ഇറങ്ങി വന്നതായ ദൈവ സാന്നിധ്യത്തെ, അവന്റെ അടുക്കൽ അവനോട് കൂടെ നിന്നതായ ദൈവ സാന്നിധ്യത്തെ വ്യക്തമായി അവൻ കണ്ട് ബോധ്യപ്പെട്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ പറയുന്ന ഒരു പൗലോസിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവൻ പറയുന്ന വാക്കുകൾ ഹല്ലേലൂയ 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. പറയുകയാണ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അവൻ ധൈര്യത്തോടെ പറയുന്ന പദം ശ്രദ്ധിക്കണം. 23-24 വാക്യം വായിച്ചാണ്. എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു വരുന്നവനുമായ എന്റെ ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും? പ്രതികൂലത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവത്തിന്റെ അടുത്ത് കഴിഞ്ഞ രാത്രിയിൽ വന്നു. ആ പ്രതികൂലത്തിന് നടുവിൽ പൗലോസേ, നീ പ്രതികൂലത്തിലാണ്, അത് സത്യമാണ്, എന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന് നിന്നു. പൗലോസേ, നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവമേ, നമുക്ക് വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം ആകാതെ എന്റെയും നിന്റെയും ജീവൻ എടുത്തു കളയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടോ? അതിനൊരുങ്ങുവാൻ നിനക്ക് മനസ്സുണ്ടോ? അത് മാത്രമാണ് നമ്മുടെ ദൈവം നോക്കുന്നത്. അതിന് മനസ്സുണ്ടെങ്കിൽ ഏത് പ്രയാസം വരട്ടെ, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ഏത് അവസ്ഥകളുടെ മധ്യത്തിലോ നിന്നോട് കൂടെ ഇരിക്കുന്ന, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാണപ്രിയന്റെ സാന്നിധ്യം. പരീക്ഷ വരുമ്പോൾ അതിനോട് കൂടെ പോക്കുവഴി ഒരുക്കുന്ന സ്തോത്രം, നിനക്ക് സഹിപ്പാൻ കഴിയുന്നതിലപ്പുറം നിന്റെ മേൽ ഒന്നും വരുത്താത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. നിനക്ക് എത്ര ചുമട് ചുമക്കാമെന്ന് ആർക്കറിയാം? ഉടമസ്ഥനറിയാം. എത്ര നിനക്ക് സഹിപ്പാൻ പ്രാപ്തിയുണ്ടെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതിന് അപ്പുറത്തേക്ക് നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ തകർന്നു പോകുമെന്ന് നിന്റെ ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ആ ദൈവം അതിന് മുകളിൽ കടക്കുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം എനിക്കും നിനക്കും വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഇന്ന് പകൽ മറക്കരുത്. ശത്രു അലറട്ടെ, എന്നാൽ നീ തകർന്നു പോകില്ലെന്ന് ഒരു ഉറപ്പ് ദൈവമേ
പറയുന്ന ദുഷ്ടയാത്മ മണ്ഡലത്തിന്റെ പ്രവർത്തികൾ തകരട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നിന്നെ ഇല്ലാതെയാക്കും, ഇപ്പൊ നിന്നെ മുടിച്ചു കളയും എന്ന് ഈശാന മൂലൻ പറഞ്ഞാൽ അതിന്റെ മുന്നിൽ നീ പറയണോ? ഇല്ല പിശാചേ, ശത്രുവേ, നിനക്കെന്നെ തകർപ്പാൻ കഴിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ഉടയവൻ എന്റെ കൂടെയുണ്ട്, എന്നെ വിളിച്ചവൻ എന്റെ കൂടെയുണ്ട്. അവൻ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിനക്കെന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആ ഉറപ്പ് ഹൃദയത്തിനകത്ത് ഉണ്ടാകണം. സ്തോത്രം. കുഴിക്കകത്ത് കിടക്കുമ്പോ പിന്നെ പറയുന്നത് കേൾക്കാനൊരു മനസ്സ് കാണുമല്ലോ. ഇപ്പൊ പൗലോസ് പറയുന്നതനുസരിച്ച് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നു തുടർന്ന് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് 25-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ? കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ എത്രയോ ദൂത് നമ്മൾ കേട്ടു. അതുപോലെ അത് സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ? അതോ അടുത്ത ദൂത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അടുത്ത ഏതെങ്കിലും ശുശ്രൂഷ വന്നിട്ട് ഇതായിരിക്കില്ല പറയുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഇത് പോയി, പിന്നെ അതിനെ പിടിച്ചോ. കുറച്ചാൾ കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ശുശ്രൂഷ വന്നിട്ട് വേറെ ഒന്ന് പറയും, അപ്പൊ അതും പോയി, അതിനെ പിടിച്ചോ. ഇങ്ങനെ പിടുത്തമല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഒന്നും നടക്കുന്നില്ല. സഹോദരൻ, 10 ദിവസം ഒന്ന് പിടിക്കും, 14 ദിവസം വേറെ പിടിക്കാൻ പോകും. അതും ഇല്ല, ഇതും ഇല്ല. സ്തോത്രം. രക്ഷപ്പെടും എന്നുള്ള ആശപ്പത് അറ്റുപോയിരിക്കുക. ഗതി അതോ ഗതി. സ്തോത്രം. അതല്ല വചനം പറയുന്നത്. വചനം പറയുന്നത് മറ്റൊന്ന്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് ഹല്ലേലൂയ ഉറപ്പോടെ പറയുന്ന അവിടെ വാക്കുകൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പിൻ എന്ന് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ അല്പം പോലും മാറ്റമില്ലെന്നാണ്. സാധ്യതകൾ നോക്കിക്കഴിഞ്ഞത് അംഗീകരിക്കാൻ പറ്റുമോ? ആ സാഹചര്യം നോക്കിയാൽ ഇത് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. സാഹചര്യം നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നേ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മുൻപിലുള്ള സാധ്യതകളുടെ വെളിച്ചത്തിലല്ല അത് വെളിപ്പെടുന്നേ. സാധ്യതകളെ മാറ്റിവെച്ച് ദൈവം എന്തു പറഞ്ഞു എന്ന്, ദൈവം എന്താണ് അരുളി ചെയ്തതെന്ന് അത് കേൾക്കുവാനും അനുസരിക്കുവാനും ഒരു മനസ്സുണ്ടാകണം. അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ കുണം പിടിച്ചവൻ പൗലോസ് മാത്രമേ ഉള്ളൂ. ഇനി മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കൂടെ അവരുടെ പണി ചെയ്യും. സ്തോത്രം. കുറച്ച് ആളുകളല്ല, അവിടെ മധ്യത്തിൽ ഒരുവൻ മാനസാന്തരപ്പെട്ടവൻ ആരേ ഉള്ളൂ? പൗലോസേ ഉള്ളൂ. പക്ഷെ അവൻ ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു, ദൈവമായി ബന്ധമുള്ളവനായിരുന്നു. എന്നാൽ അവൻ പറയുന്ന ധൈര്യത്തോടെ ഇരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ദൈവത്തെ ഞാൻ വിശ്വസിക്കുകയാ. ഈ വിശ്വാസമാണ് ഒരു ദൈവ പൈതലിൽ ഉണ്ടാകേണ്ടത്. ദൈവം നിന്നോട് പറയുന്ന വാക്ക് ഹല്ലേലൂയ അതുപോലെ സംഭവിക്കും എന്ന് ദൈവം നിന്നോട് ഇടപെടുന്ന വചനം, ആ വചനത്തിന് അതുപോലെ തന്നെ പ്രവർത്തിപ്പാൻ കഴിയും എന്ന് ഒരു ഉറപ്പ് നിന്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ബോംബെയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞിട്ട് ഞാൻ നിലമ്പൂര് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോയത്. ആ വാത്സല്യ സഹോദരന്റെ ശുശ്രൂഷകളൊന്നും കണ്ടിട്ടില്ല. കുണം പിടിക്കാത്ത സമയത്ത്, ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത്
എന്നെ നല്ല പരിചയമുണ്ട്, അറിയാം. മാനസാന്തരപ്പെട്ടതിന് ശേഷം ശുശ്രൂഷകളൊന്നും ആ വ്യക്തി അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഏതോ ചില വാക്കുകൾ ഞാൻ പറഞ്ഞപ്പോൾ സണ്ണിച്ച നമുക്ക് ആ വിഷയത്തിനൊന്നു വേണ്ടി പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ നിലമ്പൂര് ഏകദേശം ഒരു 2 വർഷത്തിന് മുൻപ് കടന്നുപോയി പ്രാർത്ഥിക്കുവാനിടയായത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നതിന് മുൻപ് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തിരുവചന ഭാഗം ദൈവാത്മാവ് എനിക്ക് നൽകി. അപ്പൊ ഒരു പാരമ്പര്യ കുടുംബമാണ്. അതിനകത്ത് പോയി എങ്ങനെ ഈ വചനം ശുശ്രൂഷിക്കുമെന്ന് അല്പമൊന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ നീ പോയി പറഞ്ഞാൽ മതി, വലിയ പാറ്റ് കാര്യമൊന്നും അന്വേഷിക്കണ്ട. പിന്നെ ആ വചനം കുറിച്ചെടുത്ത് അതിനോട് ചേർന്ന് ചില വചനങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഞാൻ ഇവിടുന്ന് പോകുവാനിടയായി. ആ വിഷയം എന്ന് പറയുന്നത്, ആ വാത്സല്യ സഹോദരൻ 25% മാത്രം ഹാർട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഡോക്ടർമാർ വിധിയെഴുത്ത് നടത്തിയിരുന്നത് ഹാർട്ട് മാറ്റിവെക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ ഭവനത്തിൽ ചെന്ന് ആ വ്യക്തിയെ കണ്ടു. ഒരു മരണ വീട് പോലെയാണ് ആ വീടായിരുന്നത്. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ സംസാരിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ ക്ഷീണിതനായി ആ വ്യക്തിത്വം ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ വാത്സല്യ സഹോദരിയോട് പോയി ചോദിച്ച കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചു പ്രാർത്ഥന ആരംഭിച്ചു. വചന ശുശ്രൂഷ ആരംഭിച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്തിരുന്ന വ്യക്തി എഴുന്നേറ്റ് വന്ന് കസാരയിലെല്ലാം നിരത്തിരുന്നു. സ്തോത്രം. ഞാൻ കസാരയിൽ ഇരിക്കുമെന്ന് കണ്ടപ്പോൾ ഞാൻ കസാരയിൽ ഇരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു നിലത്ത് ചമ്പരം പടിഞ്ഞ് നിലത്തിരിപ്പാനിടയായി. ശക്തമായി ദൈവാത്മാവ് തന്ന ആലോചന പങ്കിട്ടു. ആ ആലോചന പങ്കിട്ട് അവസാനം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. കടന്നു ചെന്നപ്പോൾ സംസാരിക്കുവാൻ കഴിയാത്ത വ്യക്തിയുമായി ശുശ്രൂഷ കഴിഞ്ഞ് ഏകദേശം മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. ആ വചനത്തിന്റെ മുൻപിൽ അന്ന് പകലിൽ പരിപൂർണ സൗഖ്യം ദൈവം ആ വ്യക്തിക്ക് നൽകി. സ്തോത്രം. ഡോക്ടർമാർ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ ഹാർട്ട് ഇന്ന് വരെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല. ദൈവം ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ വചനത്തിന് എന്തുണ്ട്? പക്ഷെ ആർക്കാണ് ആ പ്രവൃത്തി വെളിപ്പെടുന്നത്? വചനത്തെ സ്വീകരിക്കുന്നവർക്ക്. സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് വിശ്വാസമായി എന്ത് ചെയ്യണം? പരിണമിക്കണം. ഈ വചനം ജീവനുള്ളതാണ്. ഈ വചനം ചൈതന്യമുള്ളതാണ്. നിനക്ക് വേദനയുണ്ടെങ്കിൽ, നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ, പരിഹരിക്കാൻ കഴിയാത്ത വിഷയമുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ നീ ഓടുകയല്ല വേണ്ടത്. ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കി അപ്പന്റെ മുഖത്തേക്ക് നോക്കുവാൻ സന്നദ്ധയായാൽ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. അത് മറ്റുള്ളവർക്കല്ല, ദൈവ മക്കൾക്ക് അവകാശമാണ്. മക്കളേക്ക് നമ്മൾ അവകാശികളാണെന്നേ. ഹല്ലേലൂയ. ആ അവകാശം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് മേടിക്കുവാൻ അല്പം കടപ്പാടുണ്ട്. ഒരു വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എവിടെയാണ് പ്രശ്നമെന്ന് ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കി ഒന്ന് ചകഞ്ഞ് കണ്ടെത്തേണ്ടതുപോലെ ഒന്ന് കണ്ടെത്തുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുന്ന, പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പലരും ഉറക്കെ പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം, നീക്കുപോക്ക് നൽകുവാൻ കഴിവുള്ള ദൈവം. ആ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകയില്ല കുഞ്ഞെ. സ്തോത്ര. ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോകുവാൻ നമ്മൾ ഒത്തിരി ടെലിഫോൺ ചെയ്യും. ഏത് ഡോക്ടർ നല്ലതെന്ന് അറിയാനാ. സ്തോത്ര. അവിടെ പോയി എത്ര പൈസ വേണേ മുടക്കും, ഒരു പിശുക്കും കാണിക്കില്ല കേട്ടോ. സ്തോത്ര. പിശുക്ക് കാണിക്കുന്നെങ്കിൽ ദൈവകാര്യത്തോട് മാത്രമേ പിശുക്ക് കാണിക്കാറുള്ളൂ. വേദവസം വായിക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, കൂട്ടായ്മകൾക്ക് പോകാൻ നേരമില്ല. പിന്നെ നേരമില്ലാത്തതിന്റെ പട്ടിക എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ.
ദൈവമായുള്ള ബന്ധത്തിൽ ഉറപ്പോടെ നിൽക്കണമെങ്കിൽ ആദ്യം ഈ വചനത്തിനകത്തേക്ക് കയറണം. ഈ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും സമയം കണ്ടെത്തണം. ഈ വചനം വായിക്കുവാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെടുവാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഒരു ദൈവപൈതൽ വചനത്തിന്റെ മുൻപിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നാൽ ഒരുപക്ഷെ നീ വാവിട്ട് കരഞ്ഞു എന്ന് വരാം. ക്രമീകരണം വരുത്തേണ്ട ഇടങ്ങളിൽ ക്രമീകരണം വരുത്തുവാൻ തുടങ്ങും. അപ്പോൾ തന്നെ നിന്റെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സൗഖ്യം വ്യാപരിക്കുന്നത്, ഒരു വിടുതൽ വ്യാപരിക്കുന്നത്, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നീ അറിയാതെ തന്നെ അനുഭവിക്കാൻ കഴിയും. കുഞ്ഞെ, ഈ വചനത്തിന് ജീവനുണ്ട്, ഈ വചനത്തിന് ചൈതന്യമുണ്ട്. ഏത് വാളിനേക്കാളോ ഹല്ലേലൂയ മൂർച്ചയുള്ള ഒരു വചനമാണിത്. അത് പ്രാണനെ സത്യമഞ്ജകളെ വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ആ വചനത്തിന്റെ ശക്തിയെ നീ ആശ്രയിക്കുവാൻ തുടങ്ങിയാൽ ശത്രു പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ വിളിച്ചത് വലയാൻ വേണ്ടിയല്ല, നിന്നെ വിളിച്ചത് അലയാൻ വേണ്ടിയല്ല, നിന്നെ വിളിച്ചത് ദൈവമായുള്ള ബന്ധത്തിൽ ശക്തിയോടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ. അതിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പരീക്ഷ വരില്ലെന്ന് വചനം പറയുന്നില്ല. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവം. പൗലോസ് പറഞ്ഞതുപോലെ സംഭവിച്ചു. അവരെല്ലാവരും മറുകര പറ്റുന്നത് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാ. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനും പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുവാനും കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. എന്നിട്ട് പറയുകയാണ്, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ്. ആർക്കെ കൊടുക്കുകയുള്ളൂ? അന്വേഷിക്കുന്നവർക്കേ കൊടുക്കുകയുള്ളൂ. അന്വേഷിക്കാൻ നമുക്ക് നേരമില്ല. നമ്മളിങ്ങനെ വലഞ്ഞ് അലയുകയാ. ഈ പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ വചനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കണം. ക്രമീകരണം വരേണ്ട ഇടങ്ങളിൽ ദൈവാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ ചോദ്യം ചെയ്യാതെ നീ അതനുസരിക്കണം. അനുസരിക്കുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. സ്തോത്രം. മറുകര പറ്റും എന്ന് പൗലോസിനോട് പറഞ്ഞപ്പോൾ അത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചില്ല. ഒരു വ്യക്തിയുടെ ഹല്ലേലൂയ ആയുസ് നഷ്ടപ്പെടാതെ മറുകര പറ്റിയ പൗലോസിനെയും കൂട്ടരെയും കാണുന്നു. ഭക്തനായി അവൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം കേട്ടോ. മറ്റുള്ളവർ ആരും മാനസാന്തരപ്പെട്ടവരല്ല. എന്നാൽ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട ഒരുവന് വേണ്ടി ആ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പ്രാണനെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമായെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നീ ദൈവത്തിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിത്വമല്ലേ? പിന്നെ എന്തിനാണ് നീ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. പൗലോസിനോട് കരുണ കാണിച്ച ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ അവന് മാത്രമല്ല തന്നോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും രക്ഷിച്ചവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ദൈവമേ, നീ എന്തിനെ ഭയപ്പെടുന്നു? ധൈര്യത്തോടുകൂടെ പ്രാണപ്രിയനോട് ചേർന്ന് യാത്ര ചെയ്യുക. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.